എല്ലാവരും ഇപ്പൊ ഇന്റർവ്യൂലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡ് ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ വരാൻ പറ്റിയത് എന്നുള്ളതൊക്കെ സത്യമാണ് കേട്ടോ. പുള്ളി ഉണ്ടായിരുന്നുകൊണ്ടാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്, ഒക്കെ ശരിയാണ്. പക്ഷെ അതിനുശേഷം നമുക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ കഴിവ് വേണമല്ലോ. തീർച്ചയായും നമുക്ക് അഭിനയിക്കാൻ സാധിക്കണ്ടേ? അല്ലാതെ ഒരാളെ കണ്ടിട്ട് എന്നെ വിളിക്കണമെന്ന് ഇല്ലല്ലോ. എന്നെ വിളിച്ചാൽ അഭിനയിക്കും എന്നുള്ളവരല്ലേ എന്നെ അതിലേക്ക് തിരഞ്ഞെടുക്കുള്ളൂ. അപ്പോൾ വഴി തുറന്നു തന്നത് ഇതേപോലെ അദ്ദേഹം കൂടി ആയിരിക്കാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പുള്ളി സമ്മതിച്ചത് കൊണ്ടല്ലേ വർക്കിനൊക്കെ പോകാൻ സാധിച്ചത്. അപ്പൊ പുള്ളീനെ ഒരിടത്ത് മെൻഷൻ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. ഓഫ്കോഴ്സ് പുള്ളി സമ്മതിച്ചുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് സമ്മതിച്ചില്ല എങ്കിൽ വേറെ എന്ത് വഴി. ഇപ്പൊ രമ്യയോട് ഞാൻ പറയുന്നത്, രമ്യ പോവണ്ട, ഈ വർക്കിന് പോകണ്ട, എനിക്ക് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ രമ്യക്ക് ജീവിക്കാനുള്ള മറ്റൊരു വഴി തുറന്നു കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ തരണം. അതെ അല്ലേ? അതല്ലാത്ത പക്ഷം എനിക്കത് പറയാനുള്ള അധികാരമില്ല. അപ്പൊ അത് എല്ലാവരുടെയും നീടായിരുന്നു. ഞാൻ വർക്കിന് പോകുക എന്നുള്ളത് എന്റെ ഫാമിലിയുടെ നീടായിരുന്നു. അത് ഒരാളോട് ചെയ്ത ഔദാര്യമൊന്നും ആയിരുന്നില്ല. അവളുടെ കലാജീവിതം വളരട്ടെ എന്നോർത്ത് ചെയ്ത ഔദാര്യമൊന്നുമല്ല, അങ്ങനെ ചെയ്തൊരു നന്മയല്ല. അത് ഞങ്ങൾക്ക് നീടായിരുന്നു. ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് ഇവർ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഫീൽഡിലൊക്കെ നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും കഴിവ് വേണം, അല്ലാതൊന്നും ഒരിക്കലും ഒരു ഫീൽഡിൽ നിൽക്കാൻ കഴിയത്തില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒരു ഭാഗ്യം അങ്ങനത്തെ ഉള്ള കാര്യം മാത്രമേ പറയാൻ പറ്റൂ. എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ ഒരു സഹായം കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും വന്നത്. ഇപ്പോൾ ആൾക്കാരൊക്കെ പറയും ഞാൻ ഈ ഫീൽഡിൽ വന്നത് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും, പക്ഷേ ഇവിടെ നിൽക്കുന്നതുണ്ടെങ്കിൽ എൻ്റെ ഒരു കഴിവുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അത് സത്യമുള്ള കാര്യമാണ്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിൽ വരുന്നതെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു കഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. ഒരുപാട് നൂറുകണക്കിന് ആയിരക്കണക്കിന് പേരുണ്ടെങ്കിൽ ദിവസം ഇതിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, അതൊന്നും കിട്ടാതെയും പോകുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ചാൻസ് ആർക്കും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ ഒരു കഴിവ് കൊണ്ട് തന്നെയാണ് ഈ ആദ്യത്തെ ചാൻസ് കിട്ടിയത്. അത് വളരെ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചാൻസ് ഒന്നും കിട്ടാതെ തന്നെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം ഭയങ്കരമായിട്ട് മോശമായിട്ട് പോകാറൊക്കെ ഉണ്ട്. അതേ സ്ഥാനത്ത് അവർക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയതുകൊണ്ട് തന്നെയാണ് പിന്നെയും കഴിവ് തെളിയിക്കാൻ കഴിഞ്ഞത്. ഒരുപാട് പേര് കഴിവുള്ളവർ ഇനിയും ഉണ്ട്, അവർക്കൊണ്ട് ഈ ചാൻസ് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് വെളിയിൽ വരാൻ സാധിക്കാത്തത്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഭർത്താവിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഭാര്യയെ സഹായിക്കണമെന്നുള്ളത്, അല്ലെങ്കിൽ കുടുംബം ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പോകണം, നല്ല പൈസ ഒരു സ്റ്റെബിലിറ്റി ആയിട്ട് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ കഴിയത്തുള്ളൂ, അതല്ലാതെ പറ്റത്തില്ല. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ.